ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. പിന്നെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ലൊരു കിട്ടിലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചതാണ് കേട്ടോ, ഒരുപാടങ്ങ് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് വേവിച്ചാൽ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പകുതിയോളമാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 3 ബ്രെഡാണ് കേട്ടോ. ഇതുപോലെ ഞാൻ 3 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ ഞാൻ സൈഡൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അത് കുതിരാൻ പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് വെള്ളത്തിലൊന്നിട്ട് കുതിർത്തിയെടുക്കണം. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മീഡിയമായിട്ട് വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡാണ് കേട്ടോ. ഓൾറെഡി കുതിരാൻ വെച്ചിരുന്ന ബ്രെഡ്, അത് നമുക്കിതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം സൈസ് സവോള ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിയായി അരിഞ്ഞ് അതും കൂടെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയാണ് ഇത്. അത് ഞാനിതുപോലെ പൊടിയായി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് കേട്ടോ ഇത്. അത് നന്നായിട്ട് പൊടിയായി ചോപ്പ് ചെയ്ത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 ടേബിൾ സ്പൂണോളം കടലമാവാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ ഒറിഗാനോ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കായ പൗഡർ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മീഡിയമായിട്ട് വേവിച്ച കിഴങ്ങായത് കൊണ്ട് നമ്മൾ കൈ ഉപയോഗിച്ച് കുഴയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് മാഷായി പോവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ടേസ്റ്റോട് കൂടി തന്നെ അധികം എണ്ണ ഒന്നും കുടിക്കാണ്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കയ്യിൽ ഇച്ചിരി വെള്ളമൊക്കെ തേച്ച് കൊടുത്ത് നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു റോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റോളുകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്.
പിന്നെ ഞാനിവിടെ വെർമിസെല്ലിയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് നമ്മുടെ റെസിപ്പി ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, റോളൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെർമിസെല്ലിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ റോളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ റോള് ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെർമിസെല്ലിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ റോളും ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെർമിസെല്ലിയിൽ കോട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം പാനിലേക്ക് നമുക്കിതുപോലെ ഒന്നൊന്നായിട്ട് നമ്മുടെ റോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റോളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈവണായിട്ട് എല്ലാ സൈഡും ഇതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഈവണായിട്ട് എല്ലാ സൈഡും നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെർമിസെല്ലിയിലൊക്കെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത കാരണം നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും കേട്ടോ. നമ്മുടെ സ്നാക്ക് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കിടിലൻ പൊട്ടറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് നല്ല കിടിലൻ വെർമിസെല്ലി കോട്ടിംഗ് കൊടുത്ത് വളരെ ക്രിസ്പി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടറ്റോ റോളായിരുന്നു കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരു അതിഥിക്ക് വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വെറൈറ്റി ആയിട്ടുള്ള പൊട്ടറ്റോ റോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പുറംഭാഗമൊക്കെ വെർമിസെല്ലിയൊക്കെ കോട്ട് ചെയ്ത് കാരണം നല്ല ക്രിസ്പി ആയിരുന്നു. ഉള്ളിൽ അതുപോലെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.